ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കാധാരമായ കൊലോസ്യ ലേഖനം 3:15 വായിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനാലല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിക്കുവിൻ. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ആത്മാവിൻ്റെ ഫലത്തിൽപ്പെട്ട ഒന്നാകുന്നു സമാധാനം. ലോക സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു. ആന്തരിക സമാധാനമില്ലാതെ അനേകർ ഭാരപ്പെടുന്നു. ക്രിസ്തീയ ഗുണവിശേഷങ്ങളിൽപ്പെട്ട ഒന്നാകുന്നു സമാധാനം. ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം ലഭിച്ച നാം നമ്മെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. മനസ്സലിവ്, ദയ, താഴ്മ, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിനെന്ന് പൗലോസ് പ്രബോധിപ്പിക്കുന്നു. തൻ്റെ ക്രൂശുമരണത്തിലൂടെ പാപികളായിരുന്ന നമ്മുടെ അകൃത്യങ്ങളെ യേശുക്രിസ്തു ക്ഷമിച്ചു. കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ നാമും മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതാകുന്നു. സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കേണ്ടതാകുന്നു. റോമർ 5:1 പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവവുമായി സമാധാനത്തിലായ നാം നമ്മുടെ ജീവിതത്തിലും സമാധാനം ഉൾപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നമുക്ക് ആന്തരിക സമാധാനം ലഭിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കേണ്ടതിന് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുവാൻ പാടില്ല. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ തൻ്റെ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞിരിക്കിയാൽ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും ഇട്ടുകളയേണ്ടതാകുന്നു. ഇതൊക്കെയും സമാധാനത്തിൻ്റെ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളാണെന്ന് ഓർക്കുക. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുവാൻ നാം അനുവദിക്കുക. ക്രിസ്തു നമ്മെ രക്ഷിച്ചത് പരസ്പരം സമാധാനത്തിലായിരിക്കുവാനാണ്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കേണ്ടതാണ്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. നിർവ്യാജ സ്നേഹത്തോടെ തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കേണ്ടതാകുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us.